ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ മൂന്നാമത്തെ ദിവസം അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മൂന്നാമത്തെ ദിവസത്തെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു സെക്ഷൽ അസോൾട്ട് എതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് സുരേഷ് രതീഷിനെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സെക്ഷൽ അസോൾട്ട് പോലെ. അതിനുശേഷമുള്ള കുറച്ച് നാടകീയ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ നമ്മുടെ ലൈവ് അപ്ഡേറ്റിൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും രതീഷ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. എത്രയൊക്കെ പണി കിട്ടിയാലും ഞാൻ പഠിക്കില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെ പുള്ളി വീണ്ടും വന്ന് പുള്ളിയുടേതായ ആ ഒരു ചൊറിയൽ സ്ട്രാറ്റജി വീണ്ടും കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു വീഡിയോസിന്റെ ഒക്കെ കീഴെ കമന്റ് വരുന്നത്, വ്യൂവേഴ്സിന്റെ ഒരു കമന്റ് വരുന്നത്, രതീഷിനെ ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് വരുന്നത്. അത് ഏറെക്കുറെ ആ വീടിന്റെ ഉള്ളിലുള്ളവർക്കും ആ ഒരു ഫീല് വരുന്നുണ്ട്, പൊതുശല്യമാണെന്നുള്ളത്. പക്ഷെ ബിഗ് ബോസിനെ കാര്യമായിട്ടിരുന്ന് എന്റർടൈൻമെന്റ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും രതീഷ് അവിടെ ഒരു എന്റർടൈൻ ഫാക്ടർ തന്നെയാണ്. കാരണം പുള്ളി തരുന്ന കണ്ടന്റ്സിലൊക്കെ നമുക്ക് ആ ഒരു ഫൺ മൊമെന്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ സീസണിലെ അതിനു മുമ്പുള്ള സീസണുകളിലൊക്കെ ആ ഒരു ഗെയിം സ്ട്രാറ്റജീസും കാര്യങ്ങളും ഒക്കെ റിപ്പീറ്റേഷൻ ചെയ്യുന്നത് പോലെ പലരും അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. അതായത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് ഇങ്ങനെ നമ്മളെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ അതും ഇതും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുക, ട്രിഗർ ചെയ്യിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് അവർ ആ ഫുഡ് കഴിക്കാതെ എണീറ്റ് പോകുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അത് മെയിനായിട്ട് ഈ രതീഷിന്റെ ഈ ഒരു പ്രശ്നത്തിന് ശേഷം രതീഷ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം സിജോയും റോക്കിയും വന്നിട്ടാണ് ഈ ഒരു പ്രശ്നം ഇതാക്കുന്നത്. എനിക്ക് തോന്നുന്നത് രതീഷിനെ അവിടെ നല്ലൊരു സ്ക്രീൻ സ്പേസ് കളക്ട് ചെയ്യുന്ന ഒരാളായിട്ട് സിജോയ്ക്ക് ഫീൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഉടനെ തന്നെ രതീഷിനെ ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യമായിട്ട് സിജോയ്ക്കും റോക്കിക്കും മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിജോയും റോക്കിയും രണ്ടുപേരുടേതായ പേഴ്സണൽ ഗെയിംസ് കളിക്കുന്നവരാണെങ്കിൽ പോലും എല്ലാവിധ പ്ലാനിങ്സും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ പ്ലാൻ ചെയ്ത് ഇന്നവരെ ഔട്ടാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പക്ക പ്ലാനിങ്ങുമായിട്ടാണ് ഗെയിമിലേക്ക് കയറുന്നത്. ഗെയിമിന്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള കളികൾ രണ്ടുപേർക്കും രണ്ട് പേഴ്സണൽ ആയിട്ടുള്ള ഇത് തന്നെയാണ്. രണ്ടുപേരും സ്ട്രോങ് കണ്ടസ്റ്റൻസ് തന്നെയാണ്. സിജോ പറയുന്ന കാര്യങ്ങളിലൊക്കെ നല്ല രീതിക്കുള്ള ഒരു കാമ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് സിജോ പറയുന്നത്. സിജോയുടെ കൂടെ തന്നെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്നത് ജാസ്മിൻ ഒരാളാണ്. രതീഷ് പറയുന്നതിൽ ആക്ച്വലി പോയിന്റ്സോ ലോജിക്കോ ഒന്നും തന്നെ ഇല്ല. രതീഷ് അവിടെ വളവളാന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നല്ലാതെ ഒരു പോയിന്റ്സും അതിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ജാസ്മിൻ അങ്ങനെയല്ല. ജാസ്മിനും സിജോയും തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതിൽ ഏതാണ് പറയുന്നത് ശരി എന്നുള്ള ഒരു ഫീല് വരും. രണ്ടുപേരും പറയുന്നത് പോയിന്റ്സ് ആണ്. ഗെയിം വൈസ് നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് അവിടെ കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവിടെയുള്ള ലേഡീസ് കണ്ടസ്റ്റൻസിൽ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ജാസ്മിൻ ജാഫർ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇന്നലത്തെ ഒരു എപ്പിസോഡിലൊക്കെ നന്നായിട്ട് തന്നെ റസ്മിൻ ബായ് കുറച്ചും കൂടെ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. പറയാനുള്ള കാര്യങ്ങൾ ലൗഡായിട്ട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു മൂലയ്ക്ക് കുത്തിയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഫീല് റസ്മിന് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ മറ്റുള്ളവരാരും ഈ പറയുന്ന പോലെ ആ ഹൗസിലോ ലൈവിലോ അല്ലെങ്കിൽ എപ്പിസോഡിലോ പോലും ഒട്ടും ആക്റ്റീവ് അല്ല. അവരവരുടെ ഗെയിം കളിക്കുന്നില്ല. അവരവിടെ വരുന്നു, അവരുടേതായ കുറച്ച് കാര്യങ്ങൾ അവരുടേതായ കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്നു, അല്ലെങ്കിൽ ഒന്നിലും ഇടപെടാതെ സേഫ് സോണിൽ നിൽക്കുന്നു, ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ളവരെ പറ്റിയിട്ട് തോന്നുന്നത്. ജെൻസ് കണ്ടസ്റ്റൻസിൽ കുറച്ച് പേരൊക്കെ ഒരു 4-5 പേരൊക്കെ നല്ല രീതിക്ക് ഗെയിം മനസ്സിലാക്കി കളിക്കുന്നുണ്ട്. ഗബ്രിയൊക്കെ ആണെങ്കിൽ തന്നെ സൈലന്റ് ആയിട്ട് നിന്നുകൊണ്ട് ഗെയിം മനസ്സിലാക്കി കളിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ സീസണുകളിലെ ഗെയിമിനെ അഡാപ്റ്റ് ചെയ്ത് കളിക്കുക എന്ന് പറയുമ്പം ഈ ഒരു ഭക്ഷണം കഴിക്കുന്നതിന്റെ കാര്യം മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഏത് സിറ്റുവേഷനിലും പോയിട്ട് ചൊറിയുന്നതും അങ്ങോട്ട് ലൗഡായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതും അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് പലരും കണക്കാക്കുന്ന പോലെ അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗെയിം കളിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന പോലെ. പക്ഷെ എല്ലാ സിറ്റുവേഷൻസും അതിൽ വർക്കൗട്ട് ആവുന്നില്ല. ചില സിറ്റുവേഷൻസിൽ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ പറ്റുന്നു എന്നല്ലാതെ അതിലൊരു പക്ക ഒരു ഗെയിം പ്ലാൻ
വരാനൊന്നും നമുക്ക് തോന്നില്ല. പക്ഷെ അത് അവർക്ക് അവരുടെ ഗെയിമാണ്, അത് എങ്ങനെ അത് മുമ്പോട്ട് പോകുമോ ആക്സെപ്റ്റബിൾ ആകുമോ എന്നുള്ളത് അറിയില്ല. പിന്നെ അതുപോലെ ജാസ്മിൻ ജാഫറും സിജോയും ഗബ്രിയും തമ്മിലുള്ള ഒരു കോംബോ നല്ലൊരു അടിപൊളി കോംബോ ആണ്. അതായത് ഗബ്രിയും ജാസ്മിനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ലവ് ട്രാക്ക് ആണോ അല്ലെങ്കിൽ ഒരു ലവ് ഫോം ചെയ്യുകയാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള, പക്ഷെ അങ്ങനെ അല്ല എന്ന് ലൈവ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും, എന്നാൽ രണ്ടു പേർക്കും രണ്ടുപേരുടേതായ സ്റ്റാൻഡും കാര്യങ്ങളും ഉണ്ട്. ആ ഒരു സ്റ്റാൻഡിന് രണ്ടുപേരും മ്യൂച്വലി റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഉള്ളൊരു നല്ലൊരു കോംബോ ജാസ്മിനും ഗബ്രിയും തമ്മിലുണ്ട്. പക്ഷെ ജാസ്മിനും സിജോയും തമ്മിലുള്ള ഒരു കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ആ ഒരു കോംബോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗെയിമും രണ്ടുപേരുടെ ഇടയിലുണ്ട്. ഗെയിം കളിക്കുന്ന സമയത്ത് രണ്ടുപേരും നല്ല കുറുക്കിക്കൊള്ളുന്ന തരത്തിലുള്ള ആർഗ്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഇന്നലത്തെ പവർ ടീമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗെയിമിൽ തന്നെ ആണെങ്കിലും ജാസ്മിനും സിജോയും തമ്മിൽ നല്ല രീതിയിൽ വാഗ്വാദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. രണ്ടുപേരും നല്ല രീതിക്ക് ലൗഡായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഗെയിമിന് ശേഷം പുറത്തിറങ്ങി കഴിയുമ്പോൾ രണ്ടുപേരും നല്ല രീതിക്ക് തോളോട് തോള് കൈയിട്ട് അങ്ങനെയൊക്കെ നല്ല രീതിക്കൊക്കെ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതിൽ തന്നെ സിജോയും ജാസ്മിനും നല്ല രീതിയിൽ ഗെയിം സ്പിരിറ്റ് ഉള്ള ആളുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നന്നായിട്ട് കളിച്ച് മുമ്പോട്ട് വരുന്നുണ്ട് അവർ. പിന്നെ അതുപോലെ പവർ ടീമിന് ഇതുവരെ അവരുടെ പവർ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. പക്ഷെ ആ കാര്യങ്ങൾ ജാസ്മിനും സിജോയൊക്കെ അത്യാവശ്യം ക്ലിയർ ചെയ്ത് ഇന്നലത്തെ എപ്പിസോഡിൽ കൊടുക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു സമയത്ത് നന്നായിട്ട് ക്ലിയർ ചെയ്ത് അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും പവർ ടീം അവരുടെ ആ പവർ ഉപയോഗിക്കുന്ന എല്ലാവരും ആ ഒരു പവറിനെ നല്ല രീതിക്ക് ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നില്ല. പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനും പേഴ്സണൽ സ്പേസിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആ ഗ്രഡ്ജ് തീർക്കാനുള്ള ഒരു ഇതായിട്ട് മാത്രം ആ ഒരു പവറിനെ എടുക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു പവർ ഉപയോഗിക്കുന്ന പോലെ ഇല്ല. പക്ഷെ ഇന്നത്തെ പ്രൊമോ വെച്ചാൽ ഇന്നലത്തെ പ്രൊമോ അത് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ രാവിലെയാണ് പ്രൊമോ വന്നിരിക്കുന്നത്. ഇന്നത്തെ പ്രൊമോയിൽ വന്നിരിക്കുന്നത് പവർ ടീം അവരുടെ ആ ഒരു പവർ ഉപയോഗിച്ച് രതീഷിനെ വീണ്ടും വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാക്കാൻ നോക്കുകയാണ് എന്നുള്ളതാണ് ആ ഒരു പ്രൊമോയിൽ കാണാൻ പറ്റുന്നത്. രതീഷിനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ രതീഷ് അതിൽ ട്രിഗർ ആവുകയും അനാവശ്യമായിട്ടുള്ള ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു ടൈമിൽ ശ്രീരേഖ വന്നിട്ട് പക്കായായിട്ട് പറയുന്നുണ്ട്, രതീഷ് ഇനി മുതൽ റൂം യൂസ് ചെയ്യാൻ പാടില്ല, വീടിൻ്റെ ഉള്ളിൽ നിന്ന് റൂം യൂസ് ചെയ്യാൻ പാടില്ല, പുറത്തേക്ക് പോകണം എന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഇനിയിപ്പോൾ വീടിന് പുറത്തേക്കാണോ റൂമിന് പുറത്തേക്കാണോ എന്നറിയില്ല. അതുപോലെ രതീഷിനെ ഈ പവർ ഉപയോഗിച്ച് രതീഷിനെ പുറത്താക്കാൻ പവർ ടീമിന് സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള കമൻസും അവിടെ വരുന്നുണ്ട്. വീടിന്റെ പരമാധികാരം പവർ ടീമിനാണെങ്കിൽ പോലും അതൊരു പരിധിക്കപ്പുറം യൂസ് ചെയ്യാനുള്ള ഒരു ഇത് അവർക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊമോയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ.